പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ടും ഒരു മനുഷ്യന് ഭൂമിയിലുള്ള തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാമെങ്കിൽ, അവരുടെ പാപത്തെ ഓർത്ത് അബ്രാഹാം പിതാവിനോട് കരയാമെങ്കിൽ, അവരുടെ അകൃത്യ ജീവിതത്തെ ഓർത്ത് കരയാമെങ്കിൽ, സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ എന്നാണ് നാം പരിശോധിക്കപ്പെടേണ്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബോറോ വോയിസിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരണാനന്തര ജീവിതം സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടുകൂടെ ചേരുന്നു എന്നും, മരണശേഷം ആത്മാക്കൾക്ക് ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും സാധിക്കുന്നു എന്നും തിരുവചന വെളിച്ചത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കപ്പെടുകയുണ്ടായി. വീണ്ടും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, മരണശേഷം ആത്മാക്കൾക്ക് ബോധമുണ്ട്, അവർ ലോകകാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മരണശേഷം ആത്മാക്കൾക്ക് ബോധമുണ്ട്, അവർ ലോകകാര്യങ്ങളെ തിരിച്ചറിയുന്നവരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ധനവാനും ലാസറും അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണം തന്നെ കർത്താവ് നൽകിത്തരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഒരു യഥാർത്ഥ സംഭവമാണ്, ഒരു ഉപമയായി പറഞ്ഞതല്ല. കാരണം വേദപുസ്തകത്തിൽ മറ്റ് ഉപമകൾ പറയുന്ന ഇടങ്ങളിലെല്ലാം അവൻ ഉപമയായി പറഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു, മൂത്തവൻ ഇളയവൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വ്യക്തിപരമായ പേരുകൾ പരാമർശിക്കപ്പെടുന്നു. ധനവാനും ലാസറും. ലാസർ എന്ന ഒരു പേര് പരാമർശിക്കപ്പെടുമ്പോൾ തന്നെ അതൊരു യഥാർത്ഥ സംഭവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല അവിടെ അവൻ ഉപമകളായി പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചരിത്ര സംഭവം തന്നെയായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുക. വിശുദ്ധമ്പുരാൻ പറഞ്ഞു, ധനവാനും ലാസറും മരിച്ചു, 2 പേരും ഈ ലോകം വിട്ട് കടന്നുപോയി. അവർ 2 പേരുടെയും ആത്മാക്കളുടെ അവസ്ഥകളെക്കുറിച്ചാണ് അവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ലാസറിൻ്റെ വീട്ടുവാതുക്കൽ ഭിക്ഷയാചിച്ചു കിടന്നവനാണ്, ധനവാൻ്റെ വീട്ടുവാതുക്കൽ ഭിക്ഷയാചിച്ചു കിടന്നവനാണ് ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മരണശേഷം അവൻ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കടന്നു പോകുകയും, എന്നാൽ അതേ സമയത്ത് തന്നെ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അബ്രാഹാമിൻ്റെ മടിയിലല്ല പാതാളത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അവൻ ആ പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രാഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് അബ്രാഹാം പിതാവിനോട് പറയുകയാണ്, പിതാവേ, നീ ലാസറിനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അവൻ്റെ വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എൻ്റെ നാവിൽ തൊടുവിക്കാനെങ്കിലും അവനെ നീ എൻ്റെ അടുക്കലേക്കൊന്ന് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുന്ന ധനവാനായ മനുഷ്യൻ. അവൻ്റെ വേദന എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പാതാളത്തിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ധനവാൻ്റെ അവസ്ഥ, തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ വേദനാജനകമായ അനുഭവത്തിൽ അവൻ അബ്രാഹാം പിതാവിനോട് നിലവിളിക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടിയുള്ള അവൻ്റെ ദാഹം അവിടെ വലുതായിരുന്നു. അപ്പോൾ അബ്രാഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്നൊരുത്തൻ അങ്ങോട്ട് വരാനോ അവിടെ നിന്നൊരുത്തൻ ഇങ്ങോട്ട് വരാനോ ഒന്നും സാധ്യമല്ല. നമുക്കിടയിൽ ഒരു വലിയ പിളർപ്പുണ്ട്, അത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയപ്പെടുന്നതായ ഒരു സാഹചര്യം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അപ്പോഴാണ് ഈ ധനവാനായിരിക്കുന്നവൻ അബ്രാഹാം പിതാവിനോട് അടുത്ത അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അബ്രാഹാം പിതാവേ, എനിക്കിനി 5 സഹോദരന്മാരുണ്ട്, അവരെന്നേക്കാൾ മോശപ്പെട്ട ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അവരും ഞാനായിരിക്കുന്ന ഈ യാതനാസ്ഥലത്തേക്ക് വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ലാസറിനെ നീ അവരുടെ അടുക്കിലേക്കെങ്കിലും പറഞ്ഞയച്ചാൽ അവരെങ്കിലും
ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ സാധ്യമായി തീരുമല്ലോ എന്ന് അബ്രാഹാം പിതാവിനോട് അപേക്ഷിക്കുന്ന ധനവാനായ മനുഷ്യൻ. അബ്രാഹാം പിതാവ് ധനവാനോട് കൊടുക്കുന്ന മറുപടി, അവിടെ പ്രവാചകന്മാരുമുണ്ട്, അവിടെ പുരോഹിതന്മാരുമുണ്ട്, അവരോട് സംസാരിക്കാൻ. അവിടെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും പ്രവാചകന്മാരുമുണ്ട് ജനത്തോട് സംസാരിക്കാൻ. അവർ പറഞ്ഞിട്ട് അംഗീകരിക്കാത്തതും കേൾക്കാത്തതും ഇവിടെ നിന്നൊരുത്തൻ പോയി പറഞ്ഞാലും അവരംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അബ്രാഹാം പിതാവ് ധനവാനോട് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ ഈ മരണാനന്തര ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടക്കുന്ന ഒരു ആത്മാവ് പോലും നിലവിളിക്കുകയാണ്. ആ നിലവിളി എന്തിനു വേണ്ടിയാണ്? ഒന്ന്, തൻ്റെ ദാഹത്തെ ഓർത്തുള്ള നിലവിളി. രണ്ടാമത്, താനോ നഷ്ടപ്പെട്ടു, തൻ്റെ ജീവിതകാലത്ത് മോശപ്പെട്ടതായ ജീവിത വഴികളിൽ കൂടെ താൻ നടന്നിട്ട് യാതനയുടെ നിത്യയാതനയുടെ അനുഭവത്തിലേക്ക് താൻ എത്തി നിൽക്കുകയാണ്. എന്നാൽ തൻ്റെ സഹോദരന്മാർ അതിനേക്കാൾ കഷ്ടമായ ജീവിതം നയിച്ച് അവരും യാതനാസ്ഥലത്ത് വരാനുള്ള സാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവിലാണ് ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അബ്രാഹാം പിതാവിനോട് യാചിക്കുന്നത്, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്കെങ്കിലും ഒന്ന് പറഞ്ഞയക്കണമേ എന്നുള്ള അപേക്ഷ സമർപ്പിക്കപ്പെടുവാനിടയായി തീരുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മനുഷ്യൻ ലോകകാര്യങ്ങളെ അവിടെ കിടന്ന് തിരിച്ചറിയുകയാണ്. പാതാളത്തിൻ്റെ നിത്യ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് തൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അവരുടെ ജീവിതത്തിന് മോശപ്പെട്ട ജീവിതാനുഭവത്തെ കണ്ടെത്താൻ ആ മനുഷ്യന് സാധ്യമായി തീർന്നു. പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രാഹാം പിതാവിനോട് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാൻ, മധ്യസ്ഥത യാചിക്കാൻ, അവരുടെ ജീവിതത്തിലെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കേണ്ടതിന് ഇവിടെ നിന്നൊരാളെ പറഞ്ഞു വിട്ട് അവരെ ഉദ്ബോധിപ്പിക്കണമെന്ന് പറയത്തക്ക വിധത്തിൽ അവന് തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള എരിവുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായി തീരുക. ഇപ്പോൾ പാതാളത്തിൻ്റെ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ടും ഒരു മനുഷ്യന് ഭൂമിയിലുള്ള തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാമെങ്കിൽ, അവരുടെ പാപത്തെ ഓർത്ത് അബ്രാഹാം പിതാവിനോട് കരയാമെങ്കിൽ, അവരുടെ അകൃത്യ ജീവിതത്തെ ഓർത്ത് കരയാമെങ്കിൽ, സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ എന്നാണ് നാം പരിശോധിക്കപ്പെടേണ്ടത്. പാതാളത്തിൽ നിന്നൊരു നിലവിളി ഉയരുന്നെങ്കിൽ, പാതാളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരിൻ്റെ ശബ്ദമുയരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുന്ന തങ്ങളുടെ സഹോദരങ്ങളോട്, തൻ്റെ പൂർവികന്മാരോട് ചേർന്നിരിക്കുന്ന വിശുദ്ധൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എത്രയധികമായിട്ട് ദൈവത്തോട് നിലവിളിക്കാതിരിക്കും? ഒരു വിശുദ്ധൻ്റെ ആത്മാവിന് എങ്ങനെയാണ് നിസ്സാരമായിട്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെ നോക്കിയിരിക്കാൻ കഴിയുക? അവർ തീർച്ചയായും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരാണ്. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുമെന്ന് പറയാൻ കാരണം അവർ ഈ ലോകത്തെ തിരിച്ചറിയുന്നവരാണ്, ഈ ലോകത്തിൻ്റെ സ്ഥിതിവിഗതികളെ മനസ്സിലാക്കുന്നവരാണ്. നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ ഗതികളെക്കുറിച്ചും അവരുടെ നാശത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യത്തോടുകൂടെ തന്നെ കരയാൻ സാധിക്കുന്ന ഒരനുഭവം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇടയ്ക്ക് എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ഒരു പെൺകുട്ടി ലോകത്തോടെ യാത്ര പറഞ്ഞു. ആ പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതായൊരു മറുപടിയുണ്ട്. സാരമില്ല അച്ഛാ, ഞാനും എൻ്റെ മക്കൾ 2 പേരും എൻ്റെ ഭാര്യയും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഒരു മകൾ എനിക്ക് നഷ്ടമായി. എൻ്റെ മൂത്ത മകൾ എന്നെ വിട്ട് കടന്നുപോയി. ഇപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാനും എൻ്റെ മകളും എൻ്റെ ഭാര്യയും ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ മകൾ, മൂത്ത മകൾ സ്വർഗത്തിൽ മശിഹാ തമ്പുരാൻ്റെ ഒപ്പം ഇരുന്ന് മശിഹായോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ യാചിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഹോദരനാണ് എന്ന് പറയപ്പെടുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, മരിച്ചവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു എന്ന് പറയാൻ എന്താണ് മടി നമുക്ക്? ലാസറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ, ധനവാൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ
അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് ധനവാൻ അബ്രഹാമിനോട് നിലവിളിക്കാമെങ്കിൽ സ്വർഗത്തിൽ മശിഹായുടെ കൂടെയായിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാക്കൾക്ക് ബോധമുണ്ടെന്ന്, ലോകകാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്ന്, നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ടെന്ന്. നമ്മുടെ പൂർവികന്മാരുടെ മധ്യസ്ഥതയാണ് ഇന്ന് ഞാനും നിങ്ങൾ നിലനിൽക്കുന്നത്. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല ഈ ഭൂമിയുടെ വരപ്പിൽ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്, മറിച്ച് അവരുടെ കണ്ണുനീര് കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ രക്തബലി കൊണ്ടുമാണ്, അവരുടെ രക്തസാക്ഷിത്വം കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഭൂമിയുടെ വരപ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, മരണാനന്തര ജീവിതത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധമായ ദിവസം വിശുദ്ധിയോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവേ, മരണാനന്തര ജീവിതത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് വചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഏറ്റവും വിശുദ്ധിയോടെ ജീവിപ്പാൻ, ഒരു നല്ല മരണത്തിനായി ഒരുങ്ങാൻ, വിശുദ്ധനായി മരിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിപ്പാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം. യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമീൻ.